യോഗി ബോഡി പ്രധാനമായിട്ടും ഇങ്ങനെ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ച് അതിലെ കാരണ ശരീരത്തെയാണ് നമ്മൾ ഉയർത്തി പരമാത്മാവിൽ ലയിപ്പിക്കുന്നത്. ആ തന്മാത്രകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ആസ്ട്രൽ ബോഡി. ഈ രണ്ട് ബോഡിയും ആത്മാവുമായിട്ട് കാര്യമായ ബന്ധമില്ല. അതിനുള്ളിലുള്ളതാണ് കാഷ്വൽ ബോഡി, സൂക്ഷ്മ ശരീരം. അതാണ് യഥാർത്ഥ ജീവൻ. ധ്യാനത്തിൽ ഈശ്വരകോടികളാണെങ്കിൽ കുണ്ടലിനി അവരുടെ മുൻഭാഗത്തൂടെ എന്ന് വെച്ചാൽ പുക്കിൾ മുതൽ മേപ്പോട്ട്, ജീവകോടികളാണെങ്കിൽ പോസ്റ്റീരിയർ, അതായത് നമ്മുടെ നട്ടെല്ലിൽ കൂടെയാണ് അവരുടെ ജീവാംശം ഉണർന്നു വരിക. അവർക്കാണ് ഷഡാധാരങ്ങൾ, 6 ആധാരങ്ങളുള്ളത്. ഈ 6 ആധാരങ്ങളും കടന്നിട്ട് അവരുടെ ജീവൻ വീണ്ടും സാധന കഴിയുമ്പോൾ മൂലാധാരത്തിൽ തന്നെ വന്ന് റെസ്റ്റ് എടുക്കും. നമ്മളൊരു ശരീരമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലിവിങ് ബോഡി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളീ കാണുന്ന ഫിസിക്കൽ ബോഡി മാത്രമല്ല, അതിനകത്ത് ഫിസിക്കൽ ബോഡിക്ക് സമാനമായ ഫിസിക്കൽ ബോഡി എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ആറ്റം, മോളിക്യൂൾസ് ഒക്കെ എല്ലാം കൂടെ ചേർന്ന ബോഡിയാണ്. വേദത്തിലും മറ്റും അതിന് പറയുക പഞ്ചഭൂതങ്ങൾ ചേർന്ന അതാണ് ഈ ഭൗതിക ബോഡി. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള മറ്റൊരു ബോഡിയുണ്ട്, സൂക്ഷ്മ ശരീരം. അത് നമ്മുടെ ആസ്ട്രൽ ബോഡിയുടെ അത്ര തന്നെ കാണും. ചിലപ്പോൾ അതിനേക്കാൾ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ 2 അടി വരെ ഉയരത്തിൽ ആസ്ട്രൽ ബോഡി വരാം. സാധനയൊന്നുമില്ല. നിരീശ്വരവാദികൾ പറഞ്ഞ് മനസ്സിനെ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആസ്ട്രൽ ബോഡി ഫിസിക്കൽ ബോഡിയുടെ അത്ര മാത്രമേ കാണുകയുള്ളൂ. അല്പമെങ്കിലും സാധനയും സാത്വിക ഭാവവും ഉള്ളവരാണെങ്കിൽ ഫിസിക്കൽ ബോഡിയിൽ നിന്നും 2 അടി ഉയരം വരെ ആസ്ട്രൽ ബോഡി വരാം. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ സാധാരണ വഴിവക്കിലും റോഡിലും ഒക്കെയുള്ള ആസ്ട്രൽ ബോഡിയെ തിരിച്ചറിയുന്നത്. നമ്മൾ മൈൻഡ് കൊണ്ട് ഇത്രയും ദൂരെ നിൽക്കുന്ന ഒരു ബോഡിക്ക് എത്ര ഉയരത്തിലാണ് നമുക്ക് കാണേണ്ടത്, അതിനുപരിയാണല്ലോ ഈ ബോഡി കാണുന്നതെന്ന് നമ്മൾ മനസ്സുകൊണ്ടൊരു കണക്ക് കൂട്ടും. അപ്പോഴാണ് അത് ആസ്ട്രൽ ബോഡിയാണെന്ന് നമ്മൾ മനസ്സിലാകുകയും, ആസ്ട്രൽ ബോഡിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ അത് അപ്രത്യക്ഷമാവുകയും ചെയ്യും. നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നോക്കാനുള്ള സൗകര്യം കിട്ടി, അപ്പോഴും നമുക്ക് അല്ലെങ്കിൽ കണ്ണ് ചിമ്മാനുള്ള ഒരു സൗകര്യം കിട്ടിയാൽ മതി, അത് അപ്രത്യക്ഷമാകും. പിന്നെ നമുക്കത് കാണാൻ പറ്റില്ല, പിന്നെ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ അത് തിരിച്ചറിയാതാണെങ്കിൽ മിക്കവാറും നമുക്ക് ഇതിനെ കാണുകയും ചെയ്യാം. അപ്പോൾ അത് വരുന്ന വഴിയിൽ അത് സ്ഥിരമായി അപ്പോൾ ഈ തിരിച്ചറിയുന്ന സമയവും തിരിച്ചറിയാത്ത സമയവും പോകുന്നുണ്ട്. ഈ ആസ്ട്രൽ ബോഡിക്കുള്ളിൽ, ആസ്ട്രൽ ബോഡി മുമ്പേ പറഞ്ഞ ഫിസിക്കൽ ബോഡി പഞ്ചഭൂതങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞാൽ ആസ്ട്രൽ ബോഡി പഞ്ചതന്മാത്ര കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. പഞ്ചഭൂതങ്ങളെക്കാൾ സൂക്ഷ്മമാണ് പഞ്ചതന്മാത്രകൾ. ആ തന്മാത്രകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ആസ്ട്രൽ ബോഡി. ഈ രണ്ട് ബോഡിയും ആത്മാവുമായിട്ട് കാര്യമായ ബന്ധമില്ല. അതിനുള്ളിലുള്ളതാണ് കാഷ്വൽ ബോഡി, സൂക്ഷ്മ ശരീരം. അതാണ് യഥാർത്ഥ ജീവൻ. യഥാർത്ഥ ജീവൻ സൂക്ഷ്മ ശരീരമാണ്. അതിൻ്റെ ആകൃതി പലരിലും പല രൂപത്തിലാണ്. അതിൻ്റെ ആകൃതിയെപ്പറ്റി പറയുമ്പോൾ ജീവന്മാരുടെ പൊതുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണദേവൻ വിശദീകരിക്കുന്ന രൂപത്തിൽ പറയേണ്ടി വരും. വേറെ വിശദീകരണങ്ങളൊന്നും കണ്ടിട്ടില്ല. നിസർഗദത്ത് ഒരു വിശദീകരണം ചെയ്തിട്ടുണ്ട്. അത് ജീവന്മാരെ ഈശ്വരകോടികളെന്നും ജീവകോടികളെന്നും രണ്ടായിട്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ തിരിച്ചിരിക്കുന്നത്. ഈശ്വരകോടികൾ എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന് താപ്പോട്ടിറങ്ങി വന്നത്. ജീവകോടികൾ എന്ന് വെച്ചാൽ എവല്യൂഷൻ മൂലം താഴെ നിന്ന് മേപ്പോട്ട് ഉയർന്നു വന്നത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഊർധ്വഗതിക്കാരായ ദേവാദികൾ താഴോട്ട് വന്നിട്ട് ഏതെങ്കിലും കാരണവശാൽ താപ്പോട്ട് വന്നിട്ട് ഭൂമിയിൽ മനുഷ്യനായി ഗർഭാശയത്തിൽ വന്നിട്ട് മനുഷ്യനായി ജനിച്ച് പുറത്തു വരുന്നതാണ് ഈശ്വരകോടികൾ. താഴെ അമീബ മുതൽ വളർന്ന് എവല്യൂഷനിലൂടെ മറ്റേ ഇതര സീലൻഡ്രേറ്റ്സ്, മാമൽസ് ഇങ്ങനെയൊക്കെയുള്ള വളർന്ന് മനുഷ്യനായി എത്തുന്നതാണ് ജീവകോടികൾ. അപ്പോൾ ഇവർ തമ്മിലുള്ള സാരമായ വ്യത്യാസം ധ്യാനത്തിലാണ്. ആ വ്യത്യാസം വരുന്നത് ധ്യാനത്തിൽ ഈശ്വരകോടികളാണെങ്കിൽ കുണ്ടലിനി അവരുടെ മുൻഭാഗത്തൂടെ എന്ന് വെച്ചാൽ പുക്കിൾ മുതൽ മേപ്പോട്ട് തല വരെ. പുക്കിൾ കഴിഞ്ഞാൽ പിന്നെ തലയാണ്. ഇടയ്ക്ക് വേറെ ആധാരങ്ങളൊന്നുമില്ല. ഈ 2 ആധാരങ്ങളേ ഉള്ളൂ, പുക്കിൾ, തല. രണ്ട് തീഗോളങ്ങളായിട്ടായിരിക്കും ഉണരുക. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് അന്തരീക്ഷത്തിൽ കൂടെ പുറത്തു പോയി പരാകാശത്തിൽ പോയി പരാകാശത്തിന് ശേഷം പരാകാശത്തിനപ്പുറമുള്ള പരമാത്മാവിൽ ലയിക്കുകയാണ് ഈശ്വരകോടികളുടെ സ്വഭാവം. ജീവകോടികളാണെങ്കിൽ പോസ്റ്റീരിയർ, അതായത് നമ്മുടെ നട്ടെല്ലിൽ കൂടെയാണ് അവരുടെ ജീവാംശം ഉണർന്നു വരിക. അവർക്കാണ് ഷഡാധാരങ്ങൾ, 6 ആധാരങ്ങളുള്ളത്. ഈ 6 ആധാരങ്ങളും കടന്നിട്ട് അവരുടെ ജീവൻ വീണ്ടും സാധന കഴിയുമ്പോൾ മൂലാധാരത്തിൽ തന്നെ വന്ന് റെസ്റ്റ് എടുക്കും. ഈ 2 വ്യത്യാസം ജീവകോടികളും ഈശ്വരകോടികളും തമ്മിലുണ്ട്. പ്രധാനമായിട്ടും ഞാനിതിന്
രണ്ട് വ്യത്യാസങ്ങളായി കാണുന്നുള്ളൂ. ബാക്കിയും അനേകമായ ഉണ്ടാകാം എന്നല്ല, ഉണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആസ്ട്രൽ ബോഡി വ്യത്യാസപ്പെട്ടിരിക്കും. ജീവകോടിയിലുള്ളവരുടെ ആസ്ട്രൽ ബോഡി ആണെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ 1/2 അടി മുതൽ 2 ഇഞ്ച് മുതൽ 2 അടി വരെ ശരീരത്തിൽ നിന്നും പുറത്ത് ആസ്ട്രൽ ബോഡി വികസിപ്പിക്കാം. ഈശ്വരകോടികളുടെ ആണെങ്കിൽ ഇത് ഏതാണ്ട് 1 കിലോമീറ്ററോളം വരും. 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ വരെ ഈ ആസ്ട്രൽ ബോഡി. എൻ്റെ അനുഭവത്തിൽ 1 1.5 ഒക്കെ ആയിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ യോഗിക് ബോഡിയെപ്പറ്റി നമുക്ക് പറയാനുള്ളത്. യോഗിക് ബോഡി പ്രധാനമായിട്ടും ഇങ്ങനെ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ച് അതിലെ കാരണശരീരത്തെയാണ് നമ്മൾ ഉയർത്തി പരമാത്മാവിൽ ലയിപ്പിക്കുന്നത്. ഓക്കെ.